നമ്മളൊരു ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് സെറ്റ് ചെയ്തു, ക്യാമ്പയിൻ സെറ്റ് ചെയ്തു, ഒരു ആഡ് ഗ്രൂപ്പ്സ് സെറ്റ് ചെയ്യുന്ന ഒരു കോളത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്നത് ഫുൾ കീവേഡ്സിൻ്റെ കളിയാണ്. പല ആൾക്കാരും വന്ന് ഗൂഗിളിൽ ഒരു കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നു. അപ്പോൾ അവർ സെർച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? കീവേഡ്സ് എൻ്റർ ചെയ്തിട്ടാണ്. അവർക്ക് തോന്നുന്ന വേർഡ്സ് എൻ്റർ ചെയ്തിട്ടാണ്. ഇതിലെല്ലാ വേർഡ്സും നമുക്ക് അറിയുന്നുണ്ടാവില്ല അല്ലേ? പക്ഷേ ചില കീവേഡ്സ്, നമ്മുടെ പ്രൊഡക്റ്റിന് ബന്ധമുള്ള ചില കീവേഡ്സ് ആർക്കറിയാം? നമുക്കറിയണം. മനസ്സിലായോ? അപ്പോൾ ആ കീവേഡ്സ് നമ്മൾ ഗൂഗിൾ പരസ്യം സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഗൂഗിൾ ആഡ്സിനോട് പറഞ്ഞു കൊടുക്കും, ഇന്ന കീവേഡ്സിന് ബന്ധപ്പെട്ട സെർച്ച് ടേംസ് വരുമ്പോൾ നമ്മൾ പരസ്യം കാണിക്കണേ ഗൂഗിളേ എന്ന് നമ്മൾ ഗൂഗിൾ ആഡ്സിനോട് പറയും. അതെങ്ങനെയാണ് പറയേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ തരം കീവേഡ്സാണ് ഇവിടെ ഉള്ളത്? 3 തരം കീവേഡ്സാണ് ഉള്ളത്. എക്സാക്റ്റ് മാച്ച് കീവേഡ്സ്, ഫ്രേസ് മാച്ച് കീവേഡ്സ്, പിന്നെ ബ്രോഡ് മാച്ച്. 3 തരമാണ് ഉള്ളത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ എവിടെയാണ് ആക്ച്വലി ഇത് എൻ്റർ ചെയ്യേണ്ടതെന്നുള്ളൊരു പൊസിഷൻ നമുക്ക് പറഞ്ഞു തരാം. കാരണം പല ആൾക്കാർക്ക് അതിനൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ നമ്മളൊരു ഡാഷ്ബോർഡിൽ കയറി നമ്മൾ ന്യൂ ക്യാമ്പയിൻ സെറ്റ് ചെയ്യുന്നു. ക്രിയേറ്റ് എ ക്യാമ്പയിൻ വിത്തൗട്ട് എ ഗോൾ, സെർച്ച് ക്യാമ്പയിനാണ് നമ്മൾ ചെയ്യുന്നത്. ജസ്റ്റ് ചുമ്മാ കണ്ടിന്യൂ കൊടുക്കുന്നു. ക്യാമ്പയിൻ സെറ്റിങ്സ് വരുന്നു. ഇതൊക്കെ നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് അതേപോലെ വെച്ച് പോവുകയാണ്. ആഡ് ഗ്രൂപ്പ് സെറ്റ് ചെയ്യുന്ന ഏരിയ വരുമ്പോഴാണ് നമ്മൾ കീവേഡ്സ് കൊടുക്കേണ്ടത്. എൻ്റർ കീവേഡ്സ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടോ? അപ്പോൾ നമുക്ക് എൻ്റർ ഓർ പേസ്റ്റ് യുവർ കീവേഡ്സ്, നമുക്ക് പല കീവേഡ്സ് കൊടുക്കാം. പക്ഷേ അത് ചെയ്യുന്നതിന് മുന്നേ താഴെ നോക്കിക്കേ, മാച്ച് ടൈപ്സ് ഹെൽപ്പ് കൺട്രോൾ വിച്ച് സെർച്ചസ് ക്യാൻ ട്രിഗർ യുവർ ആഡ്സ്. മനസ്സിലായില്ലേ? ഏതൊക്കെ തരം മാച്ച് ഉണ്ട് നോക്കണം. ഓരോ മാച്ച് ടൈപ്പ് അനുസരിച്ചിട്ടാണ് നമ്മൾ കീവേഡ്സിലേക്ക് എന്ത് വരുന്നത്, സെർച്ച് ടേംസ് ആയിട്ട് മാച്ച് ചെയ്യുന്നത് നമ്മളുടെ ഗൂഗിൾ ആഡ്സ്. അപ്പോൾ ഏതൊക്കെയാണ് നോക്കാം. ആദ്യത്തേത് ബ്രോഡ് മാച്ച്. ബ്രോഡ് മാച്ച്, അത് വാക്കിൽ തന്നെ ഉണ്ട് ബ്രോഡ് മാച്ച്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. 2 BHK ഫ്ലാറ്റ് ഫോർ സെയിൽ. എങ്ങനെയാണ് അത് ബ്രോഡ് മാച്ച് ആക്കി കൊടുക്കുന്നത്? വെറുതെ ഇങ്ങനെ കോമ ഇല്ല, ഒന്നുമില്ല, ബ്രാക്കറ്റ് ഇല്ല, ഡബിൾ കോട്ട്സ് ഇല്ല, അങ്ങനെ ഒന്നുമില്ലാതെ കൊടുക്കുമ്പോഴാണ് ബ്രോഡ് മാച്ച് എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു ഡബിൾ കോട്ട്സ് ഇട്ടിട്ട് 2 BHK ഫ്ലാറ്റ് ഫോർ സെയിൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്തായി? അത് ഫ്രേസ് മാച്ച് ആയി. ഇതേ സെയിം സംഭവം നമ്മൾ ക്ലോസ്ഡ് ബ്രാക്കറ്റ്സ് 2 BHK ഫ്ലാറ്റ് ഫോർ സെയിൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്തായി? ഇത് എക്സാക്ട് മാച്ചായി. ഇത് 3 രീതിയിലാണ് ഗൂഗിൾ മനസ്സിലാക്കുന്നത്. ഈ സ്റ്റാർട്ടിങ്ങിൽ കാണുന്നതാണ് ബ്രോഡ് മാച്ച് എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും രീതിയിൽ ഈ കീവേഡായിട്ട് ബന്ധമുള്ള സെർച്ച് ടേംസ് വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ നമ്മളെ പരസ്യം കാണിക്കും. ഫ്രേസ് മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 BHK ഫ്ലാറ്റ് ഫോർ സെയിൽ എന്ന ആ വാക്കുകൾ, ആ കീവേഡ്സ് ആ സെർച്ച് സെറ്റിൽ കാണണം. അതിൻ്റെ ഇടയിലോ മുൻപെയോ പിൻപെയോ വേറെ പല കീവേഡ്സും കയറി വരാം. ഫോർ എക്സാമ്പിൾ 2 BHK ഫ്ലാറ്റ് ഫോർ സെയിലിൻ ഇടപ്പള്ളി, അത് ആ കീവേഡ്സ് കഴിഞ്ഞ് വന്നതാണ്. ചില ആൾക്കാർ ചിലപ്പോൾ അപ്പാർട്ട്മെൻറ്റ്സ് 2 BHK ഫ്ലാറ്റ് എന്ന് ചിലപ്പോൾ സെർച്ച് ചെയ്യാം, ഫോർ സെയിലും സെർച്ച് ചെയ്യാം. അങ്ങനെ എന്തൊക്കെ കീവേഡ് കോമ്പിനേഷൻസ് വന്നു കഴിഞ്ഞാലും 2 BHK ഫ്ലാറ്റ് ഫോർ സെയിൽ അതിലുണ്ടെങ്കിൽ അത് ഫ്രേസ് മാച്ച് ആണ്. ഇനി എക്സാക്ട് മാച്ച് എന്താണ്? സ്ട്രിക്ട്നെസ് കൂടി കൃത്യം 2 BHK ഫ്ലാറ്റ് ഫോർ സെയിൽ എന്ന് വന്നാൽ മാത്രമേ ഈ പരസ്യം കാണിക്കുള്ളൂ എന്നൊരു സെർച്ച് ടൈം വന്നാൽ മാത്രമേ ഗൂഗിൾ നമ്മൾ പരസ്യം കാണിക്കാനായിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. അത് എക്സാക്റ്റ് ആയിരിക്കണം. ഒരു സ്പേസ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. മനസ്സിലായേ? ഇപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ നമ്മളിവിടെ വന്ന് ഇവിടെ സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ കൃത്യം ഈ സ്പേസ് ഇട്ട് വന്നാൽ മാത്രമേ അതിന് പരസ്യം കാണിക്കുള്ളൂ. സ്പേസ് ഇട്ടില്ലെങ്കിൽ ഇതിനു വേണ്ടി മാത്രമേ പരസ്യം കാണിക്കുള്ളൂ. അത് കൃത്യം 2 BHK സ്പേസ് ഫ്ലാറ്റ് സ്പേസ് ഫോർ സ്പേസ് സെയിൽ എന്ന് കണ്ടാൽ മാത്രമേ പരസ്യം കാണിക്കുള്ളൂ. ഇതാണ് 3 തരം മാച്ച് തമ്മിലുള്ള വ്യത്യാസം. ഇനി ഇതിനൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് 2 BHK ഫ്ലാറ്റ് ഫോർ സെയിൽ എന്ന് നമ്മൾ കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുവാണ്. ഇത് സെർച്ച് ചെയ്തപ്പോൾ നോക്കിയേ, ഇവിടെ എഴുതി കണ്ട 47 സെർച്ച് റിസൾട്ടാണ് വന്നത്. അതിൽ ചിലത് ഓക്കെ, ഇതിലിപ്പോൾ പരസ്യം കാണിക്കുന്നില്ല. 2 BHK ഫ്ലാറ്റ് ഫോർ സെയിൽ, ഓക്കെ, 2 BHK ഫ്ലാറ്റ് ഇൻ കൊച്ചി ഫോർ സെയിൽ, ഓക്കെ. ഇപ്പോൾ 4+2 BHK 49 2 BHK ഫ്ലാറ്റ്സ്, അങ്ങനെ പലതരം ഇൻ ഹൈദരാബാദ്, ഇൻ എടച്ചിറ. ഇത് ബ്രോഡ് മാച്ചാണ്. മനസ്സിലായോ? പലതരം കോമ്പിനേഷൻസ് ഒക്കെ ഇതിൽ ഈ ഹെഡ്ലൈൻസിൽ നമുക്ക് കാണാം. ഇനി ഞാൻ ഇവിടെ നമ്മുടെ ഫ്രേസ് മാച്ച് കോപ്പി അടിച്ചിട്ട് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യാൻ വിചാരിക്കും. നോക്കൂ, 15 റിസൾട്ട് ഉള്ളൂ. ബ്രോഡ് മാച്ച് അടിച്ചപ്പോൾ 47 റിസൾട്ട് വരാമെങ്കിൽ അതായത് ബ്രോഡാണ്, ബ്രോഡായിട്ടുള്ള കോമ്പിനേഷൻസ് ആണ് ഗൂഗിൾ കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായോ? ഫ്രേസ് മാച്ച് ആണെങ്കിൽ എന്താണ്, 15 റിസൾട്ടേ വരുള്ളൂ. ഏകദേശം 1/3 മാത്രമേ ഫ്രേസ് മാച്ച് ആയിട്ട് അത് കണക്ക് കൂട്ടുള്ളൂ. കുറച്ചുകൂടി സ്ട്രിക്ട്നെസ് കൂടി. ഇനി എക്സാക്ട് മാച്ച് ആണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അത് ഇതിൽ കാണിക്കാൻ പറ്റില്ല. കാരണം ഈ ഗൂഗിൾ സെർച്ചിൽ കാണിക്കാൻ പറ്റില്ല, പക്ഷേ ഗൂഗിൾ ആഡ്സിന് കൊടുക്കുമ്പോൾ അതിൽ കാണിക്കാൻ പറ്റും.
മനസ്സിലായില്ലേ? കൃത്യം ആ കീവേഡ് അതേപോലെ വരുന്ന രീതിയിൽ മാത്രം പരസ്യം കാണിക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് 3 തരം മാച്ച് ടൈപ്സ്, കീവേഡ് മാച്ച് ടൈപ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലോ, ലൈക്ക് അടിക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം.